കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുൺ സുവർണയുടെ അരിയിലേക്ക് പോകുന്നതിനെ എതിർത്തുകൊണ്ട് രേഖ നിൽക്കുകയാണ്. എന്ത് വന്നാലും ഞാൻ വിടത്തില്ല. പിന്നീട് രാധികാമ്മ അടിച്ചു, നിങ്ങളൊരു അമ്മയാണോ? ഭാര്യ നിൽക്കുന്ന സമയത്ത് സ്വന്തം മകനെ കാമുകിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും രാധികാമ്മ നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കുവാണ്. നിന്നിന്ന് ഞാനെന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. വരുൺ രേഖനെ അടിക്കാനായിട്ട് കൈ പൊക്കുവാണ്. ആ സമയത്ത് രേഖ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. തൊട്ടുപോയേക്കരുതല്ലേ, തൊട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഗോവിന്ദേണ്ണ ഗീതുവിനെ എല്ലാരും വിളിക്കുമെന്ന് പറയണം. വരുൺ ആകെപ്പാടെ ദേഷ്യമായി കട്ട കലിപ്പോട് കൂടിയിട്ട് വരുൺ അങ്ങോട്ടേക്ക് മാറുവാണ്. ഈ സമയത്ത് ഗീതുവിന് വേണ്ടിയിട്ട് ഗോവിന്ദ് പാട്ട് പാടുന്നത് നല്ലൊരു അടിപൊളി പാട്ട് അങ്ങോട്ട് പാടുവാണ്. അപ്പോഴേക്കും ഈ പാട്ട് കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രിയയും കുഞ്ഞും കൂടെ വന്നു. പ്രിയയുടെ കുഞ്ഞിനെ ഗോവിന്ദെടുത്തു. ഗോവിന്ദിട്ട് ഇങ്ങനെ താരാട്ട് പാടുന്ന പോലെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ പാട്ട് പാടുവാണ്. ആ സമയം വരുൺ എന്ത് ചെയ്യണം, അതിവിദഗ്ധമായിട്ട് അവിടുന്ന് പുറത്ത് കിടക്കുവാണ്. രേഖ ഇത് കണ്ടു പുറത്തേക്ക് പോകുന്നത്. അപ്പൊ സുവർണനെ കാണാനായിട്ട് പോകുന്നത്. അത് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേന് രേഖയ്ക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് വരുൺ നേരെ പുറത്ത് ഇറങ്ങിയിട്ട് ഗേറ്റ് കിടന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേന് സുവർണ അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. സുവർണയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. ഓടി ചെന്നിട്ട് പറഞ്ഞു, എന്തിനാ എന്നെ വിളിച്ചേ? എന്തോ പൈസ ഒക്കെ തടയുന്ന കാര്യമാണെന്ന് പറഞ്ഞല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം സുവർണയുടെ മുഖം ആകെപ്പാടെ പേടിച്ചരണ്ട എന്ന് പോലെ നിൽക്കുന്നേ. എന്ത് പറ്റി സുവർണ, എന്തേലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. മുഖം എന്താ പേടിച്ച പോലെ ഇരിക്കണേ? ഒന്നുമില്ലാന്ന് പറയണ. അപ്പോഴേക്കും ചോദിച്ചു, അല്ല പൈസ ഉണ്ടാക്കാനുള്ള എന്തോ ഒരു മാർഗം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. മാർഗം ഞങ്ങൾ പറഞ്ഞു തരാടാ എന്നും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് അവന്മാർ അങ്ങോട്ടേക്ക് വരുവാണ്. ഒരു നിമിഷം വരുണിന് അപകടം മണത്തു. ഈ സമയം സുവർണയോട് എന്താ സുവർണ ഇതൊക്കെ ചോദിക്കാം. എന്നെ തോക്കുമ്പനെ നിർത്തിയിട്ടാ വരുണിനെ അവന്മാര് വിളിപ്പിച്ച്. ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരാ അവന്മാര്. വരുൺ പൈസ കൊണ്ട് മുങ്ങിയല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുണിനെ വിളിച്ചിറക്കിയത് അങ്ങനെ. അപ്പൊ അതിന്റെ കാരണമായി തീർന്നിരിക്കുന്നത് സുവർണയാണ്. സുവർണ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു വരുൺ സാറേ, അതുകൊണ്ട് പറ്റിപ്പോയതാന്ന് പറയണം. അപ്പോഴേക്കും അവന്മാര് വന്ന് വരുണിനെ പിടിക്കാൻ ശ്രമിച്ചു. വരുൺ എന്ത് ചെയ്യണം, അവന്മാരുടെ കൈ കുതിർച്ചിട്ട് ഓടുവേണം. ഓടുന്ന സമയത്ത് നേരെ ചെന്ന് നിൽക്കുന്ന തോക്കിൻമുനയുടെ മുന്നിലേക്കും ഒരുത്തൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. വരുൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിഞ്ഞില്ല. പിടിക്കണം അവനെന്ന് പറയണം. അങ്ങനെ അവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് അവനെ എന്ത് ചെയ്യണം, കൈയും കാലും ബന്ധിച്ച് നേരെ വണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകണം. ഈ സമയം വല്ലാത്തൊരവസ്ഥയിലാണ് രേഖ നിൽക്കുന്നത്. പെട്ടെന്ന് രേഖ ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് വരുവാണ്. അപ്പൊ എല്ലാരും കൂടെ പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് രേഖ വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കാം. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. മനുഷ്യയുടെ പകലന്തിയോളം പണിയെടുത്ത് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങാന്ന് കരുതിക്കുമ്പോഴത്തേരും പാട്ടും കൂത്തുമായിട്ട് വന്നിരിക്കും. സ്വസ്ഥതയോടെ ഒന്ന് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് രേഖ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോവാ. ഈ നിമിഷം എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ആ സമയം കിട്ടിയ അവസരം വിനിയോഗിക്കാണ്ട് രാധികാമ്മ തീരുമാനിച്ചു. രാധികാമ്മ പറഞ്ഞു, കണ്ടില്ലേ, ഓരോരുത്തർക്കും ഓരോ മൂടായിരിക്കും ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. ഗീതുവിന് പാട്ട് കേൾക്കാനേ ഇഷ്ടമെങ്കില്, പക്ഷെങ്കില് രേഖയ്ക്ക് അങ്ങനെയില്ല. അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അവൾക്ക് ഈ പാട്ടിനോടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അവളുടെ മൂഡ് വേറെയാണ്, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പം അവിടെ നിന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാൻ രാധികാമ്മേ? ഇന്ന് രാവിലെയും കൂടെ അടുക്കള പാട്ട് കേട്ടോണ്ട് രേഖമോള് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടതാ. അവൾ എപ്പോഴും പാട്ടൊക്കെ വെച്ചോണ്ടാ. അവൾക്ക് പാട്ട് ഇഷ്ടമാ. പിന്നെ എങ്ങനെ പാട്ട് ഇഷ്ടമില്ല നിങ്ങൾ പറയടേന്ന് ചോദിക്കുക. ഗീത് പറഞ്ഞു, നമ്മള് പാട്ട് പാടുന്നത് രേഖേച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല കണ്ണേട്ടാ, അതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ രേഖേച്ചിക്ക് ബുദ്ധിമുട്ടായി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും രേഖേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. ഈ സമയം രാധികാമ്മ പറഞ്ഞു, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി ടൈമില്, അതുകൊണ്ടാ അതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ഭാര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഓർക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ രഞ്ജുവിന് സഹിച്ചില്ല. രഞ്ജു പറഞ്ഞു, അതുകൊണ്ടല്ല രേഖേച്ചി അങ്ങനെ പറഞ്ഞിട്ട് പോയത്. രേഖേച്ചി പറഞ്ഞതിന്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട്. വരുണേട്ടൻ എങ്ങോട്ടോ പോയി. വരുണേട്ടൻ പുറത്തു പോകുന്ന രേഖേച്ചി തടഞ്ഞു. അവസാനം വരുണേട്ടൻ രേഖേച്ചിയുടെ കൈയും തട്ടി മാറ്റി പോകുന്ന ഞാൻ കണ്ടതാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ രേഖേച്ചിക്ക് സഹിച്ചില്ല. രാധികാമ്മയെ വരുണേട്ടനൊപ്പം കൂട്ടുനിന്നു. അത് സഹിക്കാതെ വന്നപ്പോഴാന്ന് പറയണം. ഓഹോ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജുവിന് നേരെ രാധികാമ്മ തിരിയുവാണ്. എന്നോടാരും പറഞ്ഞല്ല, ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടാന്ന് പറയാം. ദേ, ഈ വീട്ടിൽ വന്ന് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിന്നാ മതി. പറഞ്ഞു കേട്ടല്ലോ, നീ കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം പ്രിയക്ക് സഹിച്ചില്ല. പ്രിയ പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? അമ്മയും കൂടെ ചേർന്ന് നിന്നിട്ടാ എല്ലാത്തിനും കൂട്ടുകയെന്ന് എനിക്കറിയാം. അമ്മയും കൂടെ കൂടി ചേർന്നിട്ടല്ലേ പറഞ്ഞു വിട്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, സുവർണയോടൊപ്പം ഒരു പക്ഷേങ്കിലും
വരനേട്ടൻ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും കാരണം എന്ന് പറയാണ്. ഈ സമയം പ്രിയ പറഞ്ഞു അതന്നെയാന്ന് തോന്നുന്ന കാരണം. രേഖേച്ചിക്ക് അത് സഹിച്ചില്ല. രേഖേച്ചിയെ തടഞ്ഞു. ഞാനും കണ്ട കാര്യ അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് നേരെ രാധികയുടെ അടുത്തേക്ക് വരണം. സത്യം പറ രാധികാമ്മേ, വരൻ എങ്ങോട്ടാ പോയത്? ചേതൻ ഗ്രൂപ്പിന്റെ അടുത്ത്. ചേതൻ ഗ്രൂപ്പിന്റെ ആളാണ് ഈ പറയുന്ന സുവർണ. സുവർണയുടെ അടുത്തേക്കാണോ പോയെന്ന് ചോദിക്കാം. അത് പിന്നെ കണ്ണാ ഞാൻ കൂടുതലൊന്നും പറയണ്ട. എന്നാലും അവൻ എങ്ങനെ തോന്നി എന്നെ ഇല്ലാതാക്കാൻ നടക്കുന്നവനാ ഈ ചേതൻ ഗ്രൂപ്പ്. അവരോടൊപ്പം ചേർന്നിട്ട് എനിക്കെന്നെ പണി തരാനായിട്ട് എങ്ങനെ തോന്നി വരണ്? വരണ്ട് ഇതല്ല ഇതിലപ്പുറം ചെയ്യും. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയാം. ഈ കുടുംബത്തോടോ എന്നോടോ ആരോടോ അവന് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ സുവർണയോടൊപ്പം ഇപ്പൊ പോകത്തില്ലായിരുന്നു പറയാം. അയ്യോ കണ്ണ, അവൻ പോയിട്ടൊന്നും ഇല്ലാന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട. അവനിങ്ങോട്ട് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. രണ്ടുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളെന്ന് പറയാണ്. അത് കേട്ടപ്പോ രാധികാമ്മ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. പെട്ടെന്ന് തന്നെ ഗീത് പറഞ്ഞു, വരനേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ കണ്ണെണ്ണ കണ്ടിട്ട് കയറിയാൽ മതി, അല്ലാതെ വീടിനകത്തേക്ക് കയറണ്ടെന്ന് പറയാം. രാധികാമ്മ വെച്ചു അതൊക്കെ പറയാൻ നീ ആരടി, നിനക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദ് രാധികാമനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവൾ ആരാന്നറിയത്തില്ലേ? എന്റെ ഭാര്യ. ഞാൻ ഇവിടുത്തെ കാർന്നോടെ സ്ഥാനത്താണെങ്കിൽ ഇവളായിരിക്കും ആ സ്ഥാനത്ത് പിന്നെ ഉണ്ടായിരിക്കുന്നേ. അതിനെന്താ? രാധികാമ്മയ്ക്ക് സംശയം ഉണ്ടോന്ന് ചോദിക്കാം. രാധികയുടെ മുഖം അങ്ങോട്ട് മാറി. മുഖത്തടിയേറ്റ പോലെയായി. പെട്ടെന്ന് രാധിക പറഞ്ഞു, അപ്പൊ എനിക്കെന്താ ഇവിടെ സ്ഥാനം ഇരിക്കുന്നേ? ഒരു രണ്ടാനമ്മയുടെ സ്ഥാനം മാത്രമാണോ കണ്ണ എനിക്കിവിടെ ഉള്ളത്? അപ്പൊ ഞാൻ ഇവിടുത്തെ ആരുമല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനും എന്റെ മക്കളും രണ്ടാം തരക്കാരാണ്. പിന്നീട് പ്രിയനെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ നിന്നെ പോലെ രണ്ടാം തരക്കാരിയായിട്ട് കാണുന്ന നിന്നോട് പോലും സ്നേഹമല്ല, നീയൊക്കെ വെറുതാക്കാരിയാന്ന് പറയാണ്. ശരിക്കും പ്രിയനെ തിരിക്കാനായിട്ട് ആ സമയത്ത് രാധിക നോക്കിയത് ഗോവിന്ദനെന്ന് മനസ്സിലായി. പെട്ടെന്ന് പ്രിയനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇതും കേട്ട് വിഷമിക്കണ്ട. ഇപ്പൊക്കെ തന്നെ കണ്ടില്ല രാധികാമ്മ പറഞ്ഞത്. രാധികാമ്മ കിട്ടിയ അവസരം മുതലാക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. ഞങ്ങളെ തമ്മിൽ അകറ്റാനായിട്ടാണ് ശ്രമിച്ചതെന്നുള്ള കാര്യം. 10-25 വർഷമായി രാധികാമ്മയോടൊപ്പം ഞാൻ സ്വന്തം അമ്മേനെ പോലെ കണ്ട് സ്നേഹിച്ചിട്ട്. പക്ഷെ രാധികാമ്മ ഇന്ന് വരെ എന്നെ സ്വന്തം അമ്മേനെ പോലെ അല്ല, എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വർത്താനം പറയില്ലായിരുന്നു. രാധികാമ്മയ്ക്ക് സ്വന്തം മക്കളോട് മാത്രം സ്നേഹമുള്ളൂ, ബാക്കി ആരോട് സ്നേഹമില്ലെന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ നേരെ ചെന്ന് രാധികാമ്മ അടുത്തേക്ക്. സമാധാനമല്ലേ അമ്മയ്ക്ക്? അമ്മ ഇത്രയും കാലം എന്നെ വരനേട്ടനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, കണ്ണേട്ടനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? ഗോവിന്ദനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇന്ന് ഈ വർത്താനം പറയില്ലായിരുന്നു. അമ്മ എന്ത് പരിപാടി കാണിച്ചേ? ആ സുവർണയോടൊപ്പം വരനേട്ടനെ പറഞ്ഞു വിട്ടു. അതും പോരാഞ്ഞിട്ട് ഇപ്പം ഗോവിന്ദന്റെ മുന്നിൽ നിന്ന് എന്തിനാമ ഈ നാടകമൊക്കെ കളിക്കുന്നേ? അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കാം. ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ് രാധികാമ്മ. പിന്നീട് എല്ലാരും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അയ്യപ്പൻ വന്നു രാധികയോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, രേഹക്കുഞ്ഞിനെ മനസ്സ് വേദനിപ്പിച്ചാല് ഗോവിന്ദ് വെറുതെ ഇരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന രേഖയെ അവളെ വയറ്റി വരുന്ന കുഞ്ഞിനെ സ്നേഹിച്ചാൽ മാത്രമേ രാധികാമ്മയെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇതിലൂടെ പറഞ്ഞിട്ട് അയ്യപ്പേണ്ണ അങ്ങോട്ട് പോവാണ്. രാധികാമ്മയ്ക്ക് സമ്മതിച്ചെടുത്ത പോലെ തോന്നി. രാധികാമ്മ പെട്ടെന്ന് വരണ്ട ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ രംഗങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് സൈഡില് ഭാസ്കരൻ എന്ന സത്യദാസും ഇപ്പുണ്ടായിരുന്നു. ഓഹോ, രാധികയ്ക്ക് ഇവിടെ ഒരു റോളും ഇല്ല. രാധികയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇനിയിപ്പം രാധികയുടെ സഹായം വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇനിയിപ്പൊ തനിക്ക് വേണമെങ്കിൽ രാധുവിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഭാസ്കരൻ അവിടുന്ന് പതുക്കെ അങ്ങോട്ട് മാറിപ്പോവാണ്. പിന്നീട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദനെ ഗീത് പുറയുന്നു വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കണ്ണേട്ടെന്ന് പറഞ്ഞുകൊണ്ട്. കണ്ണേട്ടന് വിഷമമായോ? അത് അപ്പോഴത്തെ ആ സങ്കടം കൊണ്ട് രഹിച്ച് പറഞ്ഞല്ലേ. അന്നും കണ്ണേട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട. അറിയാലോ, വരനേട്ടനോടുള്ള ദേഷ്യ ഒരു പക്ഷെ ആ സമയത്ത് അവിടെ തീർത്തിട്ടുണ്ടായിരിക്കുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എനിക്കറിയാം രേഖയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട്, അല്ലാതെ രേഖ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല അതെന്ന് പറയാണ്. അത് ശരിയാ, ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് ചിന്തിക്കേണ്ട. ദേ പാട്ട് നമ്മുടെ കുഞ്ഞിന് എന്താണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനല്ലേലും പാട്ട് ഭയങ്കര ഇഷ്ടമാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, പിന്നെ എന്നെ ഞങ്ങൾ സൂചിപ്പിക്കില്ലേന്ന് പറയാ. സത്യമായിട്ട് പറഞ്ഞ ഭയങ്കര ഇഷ്ടം ആ പാട്ടെന്ന് പറയണം. അതുകൊണ്ടല്ലേ എന്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് തുള്ളി ചാടുന്നുണ്ടായിരുന്നു പറയാം. പിന്നെ തുള്ളി ചാടാറൊന്നും ആയില്ല, നീ വെറുതെ കള്ളത്തരൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോഴാണ് ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടെ. ഗോവിന്ദ് നോക്കിക്കഴിയുമ്പോഴത്തേനും ഗോവിന്ദന് കാലിക്കഴിയിലേക്ക് വന്ന് കിടന്ന് കരയുവാണ്. രേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നോട് പൊറുക്കണം ഗോവിന്ദേട്ടാ, ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. നിങ്ങളുടെ സന്തോഷം ഞാൻ നശിപ്പിച്ചില്ലേന്ന് ചോദിക്കുക. സന്തോഷം നശിപ്പിച്ചെന്നോ? രേഖ എന്തൊക്കെയാ പറയുന്നത്? എഴുന്നേക്കാൻ പറയണം. ഈ സമയത്ത് എന്റെ കാലിലേക്ക് വീഴാനോ? അതെ,
ഒരു ഭാവി തലമുറയെ വയറ്റി ചുമന്നുകൊണ്ടിരിക്കുന്ന ദൈവം തമ്പുരാൻ പോലും ഈ സമയത്ത് ദൈവത്തിന് മുന്നിൽ പോലും കഴിവേണ്ട കാര്യമില്ല എന്നൊക്കെ ഗോവിന്ദ് പറയാണ്. എന്നിട്ട് എൻ്റെ കാലിലേക്ക് വന്ന് വീഴുന്നോ, ഒരു ഗർഭിണിയാന്നൊരു ചിന്ത വേണം, അതുപോലും ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഗോവിന്ദേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി രേഖയുടെ വിഷമം എന്താന്ന്. ഗീത് പറഞ്ഞു, രേഖച്ച് എന്തിനാ വിഷമിക്കണേ, വരനേട്ടൻ പോയതുകൊണ്ടാണോ? അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ വരനേട്ടൻ ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ വരനേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായാൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രേഖച്ചിനി ആ കാര്യത്തിൽ നിന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, ഈ സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൂഡ് സ്ട്രിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയമെന്ന് പറയണം. രേഖ പറഞ്ഞു, എനിക്കറിയത്തില്ല ഞാൻ എന്താ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചതെന്ന്. ഒരുപക്ഷെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞായിരിക്കും. സുവർണ അരിയിലേക്ക് വരനായിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും സഹിച്ചില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഡിപ്രഷൻ ആയത്. എന്നോട് പൊറുക്കണമെന്ന് പറയാം. അതൊന്നും സാരില്ല, രേഖ പോയിക്കോ, പോയി റെസ്റ്റ് എടുത്താലും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് ഗീത് വന്നിട്ട് പറഞ്ഞു, പാവൻ രേഖേച്ചി മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യ ഗർഭിണിയായിരിക്കണ സമയത്ത് ഭർത്താവ് കാമുകിയോടൊപ്പം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ അതുപോലെയുള്ള വിഷമങ്ങളുള്ളൂ, സാരമില്ല, നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാന്ന് പറയാണ്. പക്ഷെ വരേണ്ട കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത. അവൻ ഇങ്ങനെ പോയിട്ടുണ്ടോ എങ്ങനെയാവും, അവനെ അടിച്ച് നേരെയാക്കണോ, എങ്ങനെ നേരെയാക്കാനാ പറ്റുന്നേ, എങ്ങനെയെങ്കിലും അവനെ നേരെയാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു.